Namaskaram. Life is a song and love is the music. The more we love it, the more beautiful it becomes. സൂപ്പർസ്റ്റാറിന്റെ മറ്റൊരു കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലെ ഒത്തിരി നല്ല പെർഫോമൻസ് നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഒരു ചെറിയ ഫെയർവെൽ എപ്പിസോഡൊക്കെ നമ്മൾ പിന്നിട്ടിട്ടാണ് തേർഡ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ പെർഫോമൻസസിന് മുമ്പായി സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ. ശരത് സർ, അൽഫോൻസ് ഏട്ടാ, മഹതി മാം, വെൽക്കം ജഡ്ജസ്. Now let me welcome the fantabulous panel of musicians we have here. Team Music ID, welcome. നമ്മുടെ തേർഡ് സ്റ്റേജിൽ നമ്മുടെ 16 കണ്ടസ്റ്റൻസിനായി നമ്മൾ 3 റൗണ്ട്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോ റൗണ്ട്സ് പരിചയപ്പെടുത്തി തരാം. ദി ഫസ്റ്റ് റൗണ്ട് ഇസ് മലയാളം കൃതി റൗണ്ട് ആണ്. ഫസ്റ്റ് റൗണ്ട് തികച്ചും പ്രേക്ഷകർക്ക് വളരെ വ്യത്യസ്തമായൊരു അനുഭൂതിയായിരിക്കും ഈ റൗണ്ട്. ഇതിനായി നമ്മുടെ മ്യൂസിക് ഐ ഡി ടീമിനോടൊപ്പം മൃദംഗം, വീണ, എൻ്റെ ഇടയ്ക്കൽ ഒത്തിരി റെപ്യൂട്ടഡ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് വന്ന് ചേർന്നിട്ടുണ്ട് നമ്മുടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ. ശ്രീ സ്വാതി തിരുനാൾ, ശ്രീ ഇരയമ്മൻ തമ്പി തുടങ്ങിയവരുടെ മലയാള കൃതികൾ അല്ലെങ്കിൽ പദങ്ങളാണ് ഈ റൗണ്ടിൽ കണ്ടസ്റ്റൻസ് പാടേണ്ടത്. ദി നെക്സ്റ്റ് റൗണ്ട് ഇസ് ഡുവറ്റ് സോങ്സ് റൗണ്ട്. ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് റൗണ്ട് ആണ്. ഇതിനൊരു ഡുവറ്റ് പാർട്ട്ണറുമായിട്ടാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് പെർഫോം ചെയ്യാനെത്തുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിലെ ഹിറ്റ് സോങ്സ് ആണ് കണ്ടസ്റ്റൻസ് ഈ റൗണ്ടിൽ പെർഫോം ചെയ്യേണ്ടത്. തേർഡ് റൗണ്ട് ആണ് ഫോറിൻ ലാംഗ്വേജ് സോങ്സ് റൗണ്ട്. ഇന്ത്യൻ ഭാഷകൾ ഒഴികെ ഇംഗ്ലീഷ്, സ്പാനിഷ്, അറബിക് എന്നീ ലാംഗ്വേജസിലെ ഗാനങ്ങളാണ് ഈ റൗണ്ടിൽ കണ്ടസ്റ്റൻസ് പെർഫോം ചെയ്യേണ്ടത്. സോ ആദ്യമായി മലയാളം കൃതി സോങ്സ് റൗണ്ടിൽ വരുന്നത് ഭാഗ്യരാജ് ആണ്. സോ ലെറ്റ്സ് വെൽക്കം ഭാഗ്യരാജ് ഓൺ ടു ദി സ്റ്റേജ് ഓഫ് സൂപ്പർസ്റ്റാർ. ഹായ് വ്യൂവേഴ്സ്, ഞാൻ അടുത്തായി പാടാൻ പോകുന്നത് സ്വാതി തിരുനാൾ സ്വാമികളുടെ പനിമതി മുഖി ബാലെ എന്ന പദമാണ്. നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. पनिमति मुखी बाले പത്മനാഭനിന്നിൽ ഈ പനിമതി മുഖി ബാലെ പത്മനാഭനിന്നിൽ ഈ പനിമതി മുഖി മതിരാക്ഷി ഞാൻ ചെയ്യാവൂ.
ലോകവാസികൾക്കെല്ലാം ലോഭനീയനാമിന്ദു ലോകവാസികൾക്കെല്ലാം ലോഭനീയനാമിന്ദു ശോകമേനിക്കു മാത്രം സുമുഖി തരുന്നു ശോകമേനിക്കു മാത്രം സുമുഖി തരുന്നതെന്തു ഏകാന്തത്തിൽ എന്നോടു സാഗം ചെയ്ത ലീലകൾ ഏകാന്തത്തിൽ എന്നോടു സാഗം ചെയ്ത ലീലകൾ ഏകാന്തത്തിൽ എന്നോടു സാഗം ചെയ്ത ലീലകൾ ആകവേ മാമകാന്തൻ ആശു ഭദ്രമറന്നോ മനസ്സേതു സഹമയു മദന കഥനമിന്നു മദിരാക്ഷി ഞാൻ ചെയ്യാവൂ ഭാഗ്യരാജ്, തേർഡ് സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു അതെ. മലയാളം കൃതി സോങ്സ് റൗണ്ടിൽ. എന്ത് തോന്നുന്നു? ആദ്യമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു ചെറിയ ടെൻഷൻ. പിന്നെ ആദ്യമായിട്ട് ഇത് പദം പാടുന്ന സ്വാതി തിരുനാൾ സ്വാമിയുടെ അല്ലേ? അപ്പോൾ അതിൻ്റെതായ ടെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം ജഡ്ജസിനോട്. ശരത് സർ. ഭാഗ്യരാജ്, സാർ, എനിക്ക് ആദ്യം ഒരു കാര്യം പറയാം. പ്രത്യേകിച്ച് ഇങ്ങനൊരു റൗണ്ട് നമ്മൾ എന്താ പറയണ്ടത് ചെയ്യുമ്പോൾ ഏതൊരു വിഷയമാണെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള സ്വഭാവം, അല്ലെങ്കിൽ എന്താണ് അതിൽ ചെയ്തുകൂടാത്തത്, എന്താണ് ചെയ്യേണ്ടത്, ഈ ഡൂസ് ആൻഡ് ഡോൺസ് മനസ്സിലാക്കാൻ തന്നെ അതുമായിട്ട് കുറേ നാളത്തെ പഴക്കം, കുറേ നാൾ നന്നായിട്ട്. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരുടെ കൂടെ നമ്മൾ കൂടുതൽ അടുക്കുമ്പോഴല്ലേ നമുക്ക് അവരുടെ ഈ അണ്ടിയോട് അടുക്കുമ്പോൾ ആ മാങ്ങയുടെ പുളി അറിയുന്നു എന്ന് പറയുന്ന പോലെ കൂടുതൽ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങി നമ്മൾ പഠിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാകുന്നത്. അല്ലേ ഭാഗ്യരാജ്? ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ടോ? കർണാടക സംഗീതം പഠിച്ചു തുടങ്ങിയത് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു രാഗത്തിൻ്റെ ഒരു സുഖം. പിന്നെ ഭാഗ്യരാജ് പാടുമ്പോൾ നമുക്ക് എന്താ പറയേണ്ട, ഒരു നന്നായിട്ട് പാടി പഠിച്ചാൽ തന്നെ നമുക്ക് ചിലപ്പോൾ പാടുമ്പോൾ സംശയം വരും. അപ്പോൾ പിന്നെ പഠിക്കാത്തപ്പോൾ അപ്പോൾ ആ ഡൗട്ട്, ഭാഗ്യരാജ് പാടുന്ന പല പല പ്രൈസുകളിലും ഈ രാഗത്തിൻ്റെ ആ ഛായ നമുക്കത് കൃത്യമായിട്ട് കിട്ടണം. ഇപ്പം പഠിച്ചു തുടങ്ങിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല ഭാഗ്യരാജ്, എനിക്ക് ഇഷ്ടമായി. അതിനകത്തൊരു ഇന്നസെൻസ് ഉണ്ടായിരുന്നു. വേറെ എന്തുണ്ടോ ഇല്ലയോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അൽഫോൻസ് ഏട്ടാ. ഭാഗ്യരാജ് സാർ, ഒരു പുതിയൊരു അനുഭവം അല്ലേ? എന്തായാലും എല്ലാവരും, എല്ലാ മ്യൂസിഷ്യൻസിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും പ്രത്യേകം ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യുകയാണ്. സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ. പിന്നെ ഭാഗ്യരാജ് പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? അതെ സാർ. ക്ലാസ്സിൽ പോകാറുണ്ടോ? ആ ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. നമ്മൾ സാധാരണ ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റ് മോഡിലുള്ള സോങ്സ് അല്ലേ? ലൈറ്റിൽ നിന്ന് ക്ലാസിക്കലിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്വഭാവത്തിൽ, പ്രത്യേകിച്ച് അതിൻ്റെ സംഗതികൾ പാടുന്നത്,
വാക്കുകൾ പറയുന്നത്, ഇതിനകത്തൊക്കെ പിന്നെ ഓരോ രാഗത്തിനനുസരിച്ചിട്ട് അതിൻ്റെ പാടുന്ന രീതിയിൽ പ്രയോഗങ്ങളിലൊക്കെ വ്യത്യാസം. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു നോളജ് ഉണ്ടെങ്കിലേ നമുക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രാഗം ഏതാണെന്ന് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കി. ഇത് ഏത് രാഗം? ഈ പദം ആഹരി. അപ്പോൾ ആ രാഗത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ രാഗാലാപനം നമുക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാലൊക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, വളരെ കുറച്ച് ഇതേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഒന്ന് കേട്ട് നോക്കുക എങ്ങനെയാണ് പാടുന്നത്, അല്ലെങ്കിൽ അതിലെ സംഗതികൾ. ഇപ്പം നമ്മൾ സിനിമ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ആ രീതിയിലാണോ സംഗതികൾ പാടുന്നത്, ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അങ്ങനെ ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഭാഗ്യരാജ്. താങ്ക് യു അൽഫോൻസേട്ടാ. മഹതി മാം. ഭാഗ്യരാജ് നന്നായി പാടി ഭാഗ്യരാജ്. താങ്ക് യു. എനിക്ക് തോന്നിയത് ഭാഗ്യരാജിൻ്റെ അടുത്ത് ഇനീഷ്യൽ റൗണ്ട്സ് തൊട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, വോയിസിൽ കുറച്ചും കൂടി വെയിറ്റ് കൊണ്ടുവരാമായിരുന്നു. എസ്പെഷ്യലി ബീങ് എ ക്ലാസിക്കൽ ഫ്യൂഷൻ കൈൻഡ് ഓഫ് എ റൗണ്ട്, കുറച്ചും കൂടി വെയിറ്റ് ആവായിരുന്നു. ആൻഡ് എസ്പെഷ്യലി ഫോർ രാഗം ലൈക്ക് ദിസ്, ആ ടച്ചസിന് കുറച്ചും കൂടി വെയിറ്റ് വേണമെങ്കിൽ ഭാഗ്യരാജ് കുറച്ചും കൂടി ത്രോ ചെയ്യണമായിരുന്നു. അത് ഭാഗ്യരാജ് എന്താ ത്രോ ചെയ്യാത്ത, ഭാഗ്യരാജിന് കോൺഫിഡൻസ് ഇല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, സോ എനിക്ക് ആക്ച്വലി ഭാഗ്യരാജിൻ്റെ അടുത്ത് ദിസ് ഇസ് എ വെരി വെരി ചാലഞ്ചിങ് റൗണ്ട്, വെരി ക്രൂഷ്യൽ സ്റ്റേജ്, വെരി ചാലഞ്ചിങ് റൗണ്ട്. ആൻഡ് കണ്ടസ്റ്റൻസ് were all strong in Carnatic music. ഡെഫിനറ്റ്ലി കുറച്ച് ഈസി ആയിരിക്കും. പഠിക്കാൻ തുടങ്ങിയവർക്ക് ഐ തിങ്ക് ഭാഗ്യരാജിന് ഡെഫിനറ്റ്ലി ഒരു പുഷാണ്, എൻകറേജ്മെന്റ് ആണ് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു തുടങ്ങാൻ. റൈറ്റ്? സോ വിൽ കൺസിഡർ ഇറ്റ് ദാറ്റ് വേ. വേറൊരു കാര്യം തോന്നിയത്, എനിക്ക് ഭാഗ്യരാജിന് ആ കാലപ്രമാണം മെയിൻറ്റെയിൻ ചെയ്യാൻ ഒത്തിരി പ്രയാസമായിരുന്നു. ആൻഡ് എസ്പെഷ്യലി വെൻ ഈ പ്ലേഡ് മേൽക്കാലം. ഓക്കെ, സോ അത് ആ മിശ്ര ചാപ്പൂലിക്ക് അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് വരുന്നില്ല. ഓക്കെ, അത് കുറച്ച് സമയമെടുക്കും. ദാറ്റ്സ് ഓൾ. we're all just looking forward to all the performances. All the best to you, Bhagiraj. കുറച്ചും കൂടി കോൺഫിഡൻസ് ലെവൽ കൂട്ടുക അടുത്ത പെർഫോമൻസസ്. ഐ തിങ്ക് ഒരു എന്താ പറയാ, ഒരു തീമിതി പോലെ ഒരു ഘട്ടം കൂടെ കഴിഞ്ഞു. റൈറ്റ്? യു നെക്സ്റ്റ് റൗണ്ട്സ് ഡെഫിനറ്റ്ലി ഓൾ ദി ബെസ്റ്റ് ടു യു. താങ്ക് യു ജഡ്ജസ്. ഭാഗ്യരാജിന്റെ ഫസ്റ്റ് ആദ്യമായിട്ടാണല്ലേ പദം പാടുന്നത്. കുഴപ്പമില്ല, ജഡ്ജസിനെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. സോ ലെറ്റ്സ് ആസ്ക് ഫോർ ദി മാർക്സ്. ശരത് സർ. ഭാഗ്യരാജ് മഹതി പറഞ്ഞിട്ട് അവസാനം ഒരു കാര്യം പറഞ്ഞില്ലേ, തീമിതി കഴിഞ്ഞു എന്ന്. അപ്പൊ ചിരിച്ചെന്തിനാ? എനിക്കൊന്നും മനസ്സിലായില്ല. അതാ ഞാൻ മഹതി അടുത്ത് അതാ പറഞ്ഞ, ഒരു മനസ്സിലായിട്ടില്ല. തീമിതിന്ന് തീയിൽ ചവിട്ടി അപ്പുറത്തിറങ്ങുന്ന ഒരു പരിപാടി ഉണ്ട് അമ്പലങ്ങളിൽ, അവിടെ അതാണ് ഐറ്റം. തീമിതി കഴിഞ്ഞു. അതെ അതെ എന്ന് കാല് പൊള്ളട്ടാ. മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ? ആടെ ഇപ്പം പറഞ്ഞ എന്താണ് വാക്ക്, ചീത്തയാണോ അതോ എന്താണെന്ന് ചോദിക്കുക. അപ്പം മഹതി പറഞ്ഞു തരും. പിന്നെ എനിക്കും നമ്മുടെ എന്താ പറയുക മ്യൂസീഷ്യൻസിനെ കണ്ടതിൽ കുറേ സന്തോഷം. നിങ്ങളെയും കേട്ടോ, നമ്മുടെ പഴയ ആളുകളെയും. അതിൻ്റെ ഇടയിൽ ആ ഇടയ്ക്ക് തന്നെ ഇരിക്കുക. അപ്പോൾ അത് മൊത്തത്തിൽ സന്തോഷം. എല്ലാവരും കുറേ സന്തോഷം, ഹാപ്പി. അവർ നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. അപ്പം അത് യൂട്ടിലൈസ് ചെയ്തോളുക. കാര്യം ഇത് പഠിക്കാണ്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല മോനെ. ഭാഗ്യരാജേ, നമുക്ക് തുടങ്ങാമല്ലേ? എത്ര ആയിരിക്കും? കറക്റ്റ് പറയാം. എനിക്കറിയാം ഭാഗ്യരാജ് കൃത്യമായിട്ട് പറയുന്നു. അതാണ് പറഞ്ഞോ. 19. അയ്യാടാ 18. 18 on 25. അൽഫോൻസേട്ടാ? എന്താണെങ്കിലും ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് 18 മാർക്സ്. Thank you. 18 on 25. മഹതി മാം? 18 marks too. Thank you. 18 again on 25. For total 54 on 75. ഭാഗ്യരാജ് കുഴപ്പമില്ല, ആദ്യമായിട്ടാണ് പദം പാടുന്നത്. കർണാട്ടിക് പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി 2 റൗണ്ട്സ് ഉണ്ട്, അപ്പൊ നമുക്ക് നല്ലോണം തന്നെ പെർഫോം ചെയ്യണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. സൂപ്പർ സ്റ്റാറിൽ അടുത്തതായി പെർഫോം ചെയ്യാൻ എത്തുന്നത് ഋത്വിക് ആണ്. ബട്ട് ബിഫോർ ദാറ്റ് വി ഹാവ് ടു ടേക്ക് എ വെരി ഷോർട്ട് വൈൽ ഓഫ്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. നമ്മുടെ മലയാളം കൃതി സോങ്സ് റൗണ്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കണ്ടസ്റ്റൻസും നന്നായി തന്നെ പാടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സെക്കൻഡ് പെർഫോമൻസിനായി വരുന്നത് ഋത്വിക് ആണ്. സോ ലെറ്റ്സ് ഓൾ വെൽക്കം ഋത്വിക് ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. ഹായ്,
മൂന്നാമത്തെ ഘട്ടത്തിൽ ഞാൻ ആദ്യത്തെ റൗണ്ട് മലയാളം കൃതീസ് റൗണ്ടാണ്. അതിൽ ഞാൻ പാടുന്ന പാട്ട് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്നൊരു കൃതിയാണ്, ഇരയിമ്മൻ തമ്പിയുടെ കൃതിയാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വരദാനം ചെയ്തു
ഋത്വിക്, വിരമി. തേർഡ് സ്റ്റേജിൽ മലയാളം കൃതി റൗണ്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ് പാടിയത് അല്ലേ? ശ്രീരാഗം. ശ്രീരംഗനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ മ്യൂസിഷ്യൻസിന്റെ കൂടെയൊക്കെ പാടി? അവർ നന്നായി സപ്പോർട്ട് ചെയ്തു. ഒരു വേറെ ഫീൽ ആയിരുന്നു കേട്ടോ നമുക്കിത് കേൾക്കാൻ. ഹൗ ഡു യു ഫീൽ? ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ. അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ പാടിയതിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പറയും. നമുക്ക് ചോദിച്ചു നോക്കാം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടോന്ന്. ശരത് സർ. ഋത്വിക് സർ, എന്താണ് ആ ഭയങ്കരമായ പ്രശ്നങ്ങൾ? ഇങ്ങോട്ട് പറയൂ, ഞങ്ങളുടെ ജോലി കുറയല്ലോ. ഒരു സ്വരം എത്തിയിട്ടില്ല തോന്നുന്നു. സ്വരം ഒരു സ്ഥലത്തെ ആ സ്വരം ഹിറ്റ് ചെയ്യേണ്ട ഒരു സ്വരം എത്തിയിട്ടില്ല. നമ്മളൊക്കെ ഒരു ഹിറ്റ് ഉണ്ടാക്കാനാണ് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ഹിറ്റ് ചെയ്തില്ലെന്നുള്ളൊരു മഹാ കുറ്റമൊന്നുമല്ല കേട്ടോ. അത് ചിലപ്പോൾ പാടുമ്പോൾ നമുക്ക് അവിടെ എത്താൻ പറ്റത്തില്ല. പിന്നെ നിങ്ങളുടെ ഈ പ്രായത്തിൽ പറയേണ്ടതല്ല, അതൊന്നും അല്ല പ്രോബ്ലം ഇവിടെ കേട്ടോ. ഋത്വികേ, ഇപ്പം ആദ്യം ഈ ആലാപ് പാടി തുടങ്ങിയപ്പോൾ ഇത് ഏതാണ് രാഗം? ശ്രീരാഗ്. ആ, അതിൻ്റെ കളർ വേണ്ടേ? ഞാനും മഹതി ഇവിടെ ഇരുന്ന് പന്തയം വെക്കുകയൊക്കെ ചെയ്തു. എൻ്റെ കുറേ പൈസയും പോയി. അങ്ങനെ തന്നെ. അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. മോൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇനി അതുപോലെ ഈ ഒരു രാഗത്തിൻ്റെ ആ ഒരു സ്വഭാവമില്ലേ, അതിന് കുറേ കൂടി ഒരു സീരിയസ്നെസ് ഉണ്ട്. അത് എന്താ പറയുക, നമ്മളിത് ഏത് രീതിയിലൊരു ഫോക്കായിട്ടോ ലൈറ്റായിട്ടോ അല്ലെങ്കിൽ ഈ ക്ലാസിക്കൽ സ്വഭാവം മുഴുവൻ മനസ്സിലാക്കി അതിൻ്റെ ഡെപ്തോടെ എങ്ങനെ വേണേലും ഒരു രാഗം പ്രസൻറ്റ് ചെയ്യാം അല്ലേ? ഈ എന്തൊരു അതറിയോ? പഞ്ചരത്നം കേട്ടുണ്ടോ? ആ, അപ്പം അത് ഒരു പഞ്ചരത്നം പഠിച്ചാൽ മതി. ഈ രാഗം വേറെ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം അതിന് ആ ഒരു ഗും കിട്ടും, അതിൻ്റെ ഒരു പ്രൗഢ ഗാംഭീര്യമാവും പാടുമ്പോൾ കേട്ടോ മോനെ. അപ്പം അത് ശരിയാക്കുക. പിന്നെ കാര്യം, ഈ ഒരു പാട്ടിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഈ ലിറിക്ക് അത് സത്യത്തിൽ അങ്ങനെ എടുക്കാവാൻ പാടുണ്ടോയെന്ന് അറിഞ്ഞ പക്ഷേ നമ്മൾ എടുത്തു. രഘുനാഥ് പലേരി അദ്ദേഹം സംവിധാനം ചെയ്ത കണ്ണീരിൻ്റെ മധുരം എന്ന ചെറുത് റിലീസായിട്ടില്ല. നമ്മുടെ ഇന്ദ്രജിത്ത് അഭിനയിച്ച ഫിലിമാണ്. അതിൽ ഈ കരുണ ജൈവാനന്ദ താമസം പല്ലവി മാത്രം എടുത്ത് വേറെ ട്യൂൺ ചെയ്തിട്ടുണ്ട് എൻ്റെ ഇഷ്ടത്തിന്. ക്ഷമിക്കുക എല്ലാവരും. അത് ഞാൻ പറയാം. അതിന് ശേഷമുള്ള ലിറിക്സ് എഴുതിയേക്കുന്ന ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഇതിന് മാച്ച് ചെയ്യുന്ന വിധത്തിൽ. അപ്പം അദ്ദേഹത്തിനെ ഞാൻ ഈ ഒരു തരുണത്തിൽ ആലോചിക്കുന്നു. എൻ്റെ എന്താ പറയണ്ടേ, സ്നേഹം. എവിടെ ഇരുന്നാലും ഈ രണ്ടുപേരും ഇല്ല ഇപ്പം. അവർ രണ്ടുപേരും ഇത് കേൾക്കുന്നുണ്ട് അമ്മയിലിരുന്ന്. എന്തൊക്കെയാണെങ്കിലും നീ വൃത്തിയായിട്ട് പാടിയേ പറ്റൂ കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ എന്താ പറയുക, നമ്മുടെ മ്യൂസീഷ്യൻസ് വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. മോൻ കുറേ കൂടെ അത് സീരിയസ് ആയിട്ട് പഠിക്കുക കേട്ടോ. നമ്മൾ എത്രത്തോളം ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു കടലാണ്. നമ്മൾ എത്രത്തോളം ഇറങ്ങി ചെല്ലുന്നവരും അതിന് എത്രത്തോളം ആഴം ഉണ്ടെന്ന് നാം മുങ്ങിച്ചാവും അവസാനം. അത്ര വരെ ഡെപ്ത് ഉണ്ട് ഇതിന് കേട്ടോ. അത് പഠിക്കുക കേട്ടോ മോനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ഏട്ടാ. ഋത്വിക് സർ, ഒരു വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലേ, ഋത്വിക് സാധാരണ പാടുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള റൗണ്ട്. അതുമാത്രമല്ല, എനിക്കൊരു വളരെ ഒരു സന്തോഷം തോന്നിയ ഒരു കാര്യം, ഈ ഒരു റൗണ്ടിനകത്ത് നമുക്ക് ഒത്തിരി അഭിമാനിക്കാം. അതായത് മലയാളത്തിൽ ഇതുപോലെ ക്ലാസിക്കലായിട്ടുള്ള കൃതി ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ എപ്പോഴും കേൾക്കുന്നെല്ലാം തെലുങ്കിലും അതുപോലെ തന്നെ മറ്റ് ലാംഗ്വേജിലുള്ള ഇതുകളാണ് കൂടുതലും. എന്നാൽ മലയാളത്തിൽ ഉള്ള ഒരു കൃതി കേൾക്കാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ ഒരു റൗണ്ടിൽ കൂടെ അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അത് എത്രത്തോളം നമുക്ക് നന്നായിട്ട് പാടാൻ പറ്റും എന്നുള്ള ഒരു കാര്യം മാത്രമേ പ്രശ്നമുള്ളൂ. പ്രത്യേകിച്ച് ആദ്യത്തെ ആ രാഗം ആലപിച്ചപ്പോഴൊക്കെ ഒരു ലൈറ്റ് മൂഡ് ആയിരുന്നു. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗാംഭീര്യം കിട്ടിയില്ല. പിന്നെ ഇതിനെക്കുറിച്ച് ഇപ്പം ഈ ഒരു നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കുന്നത് നല്ലതാണ്. ഈ രാഗത്തെ പറ്റി പറഞ്ഞു, ഈ രാഗം ഏതിൻ്റെ ജന്യമാണ്, അങ്ങനത്തെയൊക്കെ. ഇപ്പം ഒരു പക്ഷെ നമുക്ക് വേറെ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു സമയം കിട്ടിയെന്ന് വരില്ല. അപ്പം അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കുറേ കൂടി ഉള്ളിലേക്ക് ചെക്കിഞ്ഞ് ഇറങ്ങി പഠിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക കേട്ടോ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ഏട്ടാ. മഹതി മാം. ഋത്വിക് നന്നായി പാടി ഋത്വിക്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിന് പോസിറ്റീവ്സ് പറയാം.
ഒരു നല്ല ഫ്യൂഷൻ്റെ ആസ്പെക്റ്റ് വാസ് വെരി നൈസ്. താങ്ക് യു. എനിക്ക് BGMs സെക്കൻഡ് BGM ആയപ്പോഴത്തേക്കും ഒരു ഗ്രൂവ് നന്നായിട്ട് ഷിബു വായിച്ച് JK ചേട്ടൻ, ഷിബു ചേട്ടൻ, ദാറ്റ് മിക്സ് വാസ് വെരി നൈസ്. ഫ്രം ദെയർ ഒരു വീണ, ദാറ്റ് മിക്സ് ഓഫ് BGM വാസ് വെരി നൈസ്. ആൻഡ് എസ്പെഷ്യലി ഒരു ഫ്യൂഷൻ ക്ലാസിക്കൽ റൗണ്ട് എന്ന് പറയാൻ വെരി ഫിറ്റിംഗ് പെർഫോമൻസ്. ഓക്കെ, എനിക്ക് ഋത്വിക് പാടിയതിൽ ഒരു ഓവറോൾ ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ എനിക്ക് ഋത്വിക്കിൻ്റെ ആലാപ് ആദ്യം ആ രാഗം പാടിയതിൽ അത് മധ്യമാവതിയാണോ അത് ശ്രീരാഗമാണോ എന്ന് ഞാനും ശരിക്കും ശരത് സാറും, സാർ ഇത് ശ്രീരാഗമാണ് തോന്നുന്നു, സംഗതി പാടുമ്പോൾ അങ്ങനെയാണ് പാടുന്നത്. ശ്രീരാഗം എന്ന് വരുമ്പോൾ നമ്മുടെ കീർത്തനം ഫുള്ളും ശ്രീരാഗം തന്നെയായിരുന്നു. ഋത്വിക്ക് പാടിയ സംഗതീസ് അത് ഏതെന്നാ പഠിച്ചത്? അത് ഒരു ഒരാൾ പാടിയ. ഓക്കെ, അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു ഡൗട്ട്ഫുൾ എലിമെന്റ് അതിൽ തീരെ ഉണ്ടായിരുന്നില്ല. സംഗതീസ് ശ്രീരാഗം. പക്ഷേ ഇത് മധ്യമാവതി. ഓക്കെ, സരി മപനി സനി പദനി പമ രീ ഗരി സ. ശ്രുതിക്കിന് സിമ്പിളായിട്ട് ശ്രീരാഗം എന്ന് ഗൂഗിൾ ചെയ്താൽ മതി, ഒരു 100 ശ്രീരാഗം ഉണ്ടാവും. ഓക്കെ, ക്ലിയർ കട്ട് ശ്രീരാഗമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് ഋത്വിക്ക് പാടിയപ്പോഴത്തേക്കും ഐ ഹാഡ് ഒരു 100, വി ബോത്ത് ഹാഡ് സോ മെനി തോട്ട്സ്. ഓക്കെ, സോ ഋത്വിക്കിന് അറിയാവുന്ന ആരെങ്കിലും മ്യൂസിക് ടീച്ചറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലാസിക്കൽ അറിയാവുന്നവരടുത്ത്, എല്ലാവർക്കും ഇൻ്റർനെറ്റും മൊബൈലും എല്ലാം ഉള്ളതല്ലേ, ഒരു ജസ്റ്റ് ഗൂഗിൾ മധ്യമാവതി ആൻഡ് രാഗലക്ഷണം ഫുള്ളും ഉണ്ടാവും, ഒരു പ്രശ്നമില്ല. ഓക്കെ, അതിന് അത്രയ്ക്ക് അപൂർവമായിട്ടുള്ള ഒരു രാഗവും അല്ല. ഓക്കെ ഋത്വിക്, സോ ഐ തിങ്ക് ഇറ്റ്സ് എ ജനറൽ നോട്ട് ടു ഓൾ കണ്ടസ്റ്റൻസ്. ഈ സ്വന്തമായിട്ട് പാടുന്ന രാഗം, ആ തോട്ട് ഇസ് വെരി ഗുഡ്, പക്ഷെ ഇത് കറക്റ്റ് ആണെന്ന് മാത്രം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് യു ഋത്വിക്. താങ്ക് യു ജഡ്ജസ്. കമന്റ്സ് കേട്ടു, നമുക്ക് മാർക്സ് ചോദിക്കാം. ശരത് സർ, ശരി, എന്തൊക്കെയായാലും മോനെ അത് നന്നായിട്ട് പാടി കേട്ടോ, നീ പഠിച്ചത് പാടി, പക്ഷെ ഇതല്ല നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതല്ല, ഇത് കുറച്ച് ലൈറ്റായി പോയി. അത് കുറേ കൂടെ അതിൻ്റെ ഒരു ആ സ്വഭാവം മോനെ അങ്ങനെ ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഇത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. 18 മാർക്സ്. 18 on 25. അൽഫോൻസേട്ടാ? ഋത്വിക്കിന്റെ പരിശ്രമത്തിന് ഒരു പ്രോത്സാഹനമായിട്ട് 18.5. 18.5 on 25. മഹതി മാം? ഋത്വിക് 18 marks. 18 on 25. ഇപ്പോൾ ടോട്ടൽ 54.5 on 75. കുഴപ്പമില്ല. ജഡ്ജസ് പറഞ്ഞ എല്ലാ കമൻസും മനസ്സിൽ വയ്ക്കുക, നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. 2 റൗണ്ട്സ് ഉണ്ട്, കുറച്ചുകൂടി വാശിയായിട്ട് കുറച്ചുകൂടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് പാടുക. ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത പെർഫോമൻസിനായി എല്ലാവരും കാത്തിരിക്കാമെന്ന് എനിക്കറിയാം, പക്ഷെ അതിന് മുൻപ് വി ഹാവ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. സോ സ്റ്റേ ട്യൂൺ ടു സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ 3rd സ്റ്റേജിലെ ഫസ്റ്റ് എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസ് മലയാളം കൃതി സോങ്സ് റൗണ്ടിലാണ്. അതിനായി ലക്ഷ്മി ഒരുങ്ങിയിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഓൾ വെൽക്കം ലക്ഷ്മി ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. ഹായ്, ഞങ്ങളുടെ 3rd റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 3rd റൗണ്ടിൽ ഞങ്ങൾക്ക് ആദ്യമായി കിട്ടിയിരിക്കുന്നത് മലയാളം കൃതി റൗണ്ടാണ്. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് സ്വാതിരുനാൾ കൃതി, കല്യാണി രാഗത്തിലുള്ള സ്വാതിരുനാൾ കൃതി. ഇത് ഒരു ഫ്യൂഷനായിട്ടാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഫ്യൂഷൻ ചെയ്യുന്നത്, അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഒക്കെ വരാം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം.
ലക്ഷ്മി, നന്നായിരുന്നു ലക്ഷ്മി. ലക്ഷ്മി എന്താ പറയണ്ടേ, നിന്നങ്ങ് പാടുകയല്ലേ. ഐശ്വര്യമായിട്ട് കൊള്ളായിരുന്നു മൊത്തത്തിൽ കേട്ടോ. അത് പഠിച്ച പിന്നെ ഇടയ്ക്കൊക്കെ ഉള്ള കുഴപ്പങ്ങളൊക്കെ ലക്ഷ്മിക്ക് തന്നെ അറിയാം. അത് ഇപ്പം എന്താ പറയുന്നതെന്ന് പറയുന്നത്, നിങ്ങളൊക്കെ ഇപ്പം എത്ര പ്രായമായി ലക്ഷ്മിക്ക്? പറഞ്ഞോ, സിനിമാ നടിയൊന്നും അല്ലല്ലോ. എത്രയായി? ഞാൻ മറന്നു, സോറി. 23. അയ്യോ കറക്റ്റ്. ഓക്കെ. അല്ല ഈ പ്രായത്തിലൊന്നും തെറ്റിക്കരുത് കേട്ടോ. അല്ല 30 വയസ്സിന് ശേഷം ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അത് നിങ്ങൾ കത്തി നിൽക്കണം. അപ്പോൾ ചെറിയ ചെറിയ അങ്ങനെയുള്ള തെറ്റുകൾ പോലും വരാൻ പാടില്ല എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പറഞ്ഞില്ല. വേറെ അതായത് നമ്മുടെ ഈ പ്രായം എന്ന് പറഞ്ഞാൽ അതൊരു
വലിയ എലിമെൻ്റാണ്. നമുക്ക് 60 വയസ്സിൽ ഞാനെന്ന് തകർക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ തകർന്നു പോവുകയേ ഉള്ളൂ കേട്ടോ. ഈ പ്രായം യൂട്ടിലൈസ് ചെയ്തോളാം. നന്നായിരുന്നു മോളെ, എനിക്കിഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ചേട്ടാ, ഇപ്പോൾ കല്യാണി രാഗത്തിലാണല്ലോ അല്ലേ ഇത്? ഇപ്പോൾ ഇതിൻ്റെ ഒരു എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ഇപ്പോൾ ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സ്വരസ്ഥാനം ലിഡിയൻ മോഡ് എന്ന് പറഞ്ഞ ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള അങ്ങനെ കുറച്ച് കമ്പാരിസൺസ് ചെയ്യുമ്പോഴത്തേക്കും വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പം ശങ്കരാഭരണത്തിൻ്റെ സ്വരസ്ഥാനം അയോണിയം മോഡ് ഇത് അങ്ങനെ കുറേ കണക്ഷൻസ്. അപ്പം ഞാനിപ്പോൾ കല്യാണി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വെസ്റ്റേൺ മ്യൂസിക്കിലെ ലിഡിയൻ മോഡായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പം എന്താണെങ്കിലും നന്നായിരുന്നു. അതിൻ്റെ കുറേയും കൂടി ഫർദർ ഡീറ്റെയിലിംഗ് നമുക്ക് മാമിൻ്റെ അടുത്ത് നമുക്ക് കിട്ടും. എങ്കിലും എനിക്ക് തോന്നിയ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് മാറിപ്പോയി അല്ലേ? സ്വരങ്ങൾ പഠിച്ചിട്ട് വന്ന് വിട്ടുപോയതാണ്. മനോധർമ്മല്ല എന്ന് പെട്ടെന്ന് മനസ്സിലായി. എങ്കിൽ പോലും പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ആ സംഗതികളുടെ ഒരു കുറച്ചും കൂടി ഒരു അതിൻ്റെ ഒരു എന്താ പറയുക സ്വഭാവം കൊണ്ടുവരാനായിട്ട് ശരിക്കും ലക്ഷ്മി ശ്രമിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. യു ആർ എ ഗുഡ് സിംഗർ. അപ്പോൾ അതിൻ്റെതായ എല്ലാ ഗുണങ്ങളും ഇവിടെ കാണിക്കാനായിട്ട് സാധിച്ചു. ഓക്കെ ലക്ഷ്മി, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം. ലക്ഷ്മി, വെരി ഗുഡ് ലക്ഷ്മി. ലക്ഷ്മി ഒരു നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ലക്ഷ്മിയുടെ പെർഫോമൻസിൽ അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, സം പോർഷൻസ് വർ വെരി വെരി നൈസ്. നല്ല ക്ലിയർ സംഗതീസ് ലക്ഷ്മിക്ക് പാടാൻ കഴിഞ്ഞു. ബ്രില്യൻ്റ് ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്തു ലക്ഷ്മി. എനിക്ക് തോന്നിയത് രാഗം വാസ് ഗുഡ്. ജനറലി ഓവറോൾ ആയിട്ട് ലക്ഷ്മിക്ക് കുറച്ചും കൂടി ഒരു വെയിറ്റ് കൊടുക്കായിരുന്നു വോയിസിൽ. ഓക്കെ, അൽഫോൻസ് ചേട്ടൻ പറഞ്ഞ പോലെ ശങ്കരാഭരണം ആൻഡ് കല്യാണി ആ കൂടി വെരി വെരി സ്ട്രോങ്. ഈ ഘനരാഗം എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്നെവിറ്റബിൾ എലിമെൻറ്റ്സ് ആണ്. ആൻഡ് ശങ്കരാഭരണം എല്ലാവർക്കും അറിയുന്ന ഒരു രാഗം, മോസ്റ്റ് ഈസിയസ്റ്റ് ടു സൗണ്ട് റാദർ. സരിഗമ പദ നീ സ സനി ദ പ മഗരി സ. ഇറ്റ്സ് ഓൾ സ്ട്രേറ്റ് ആൻഡ് ഇറ്റ് ശുദ്ധ മധ്യമം. ആൻഡ് അങ്ങനെ അപ്പുറത്ത് ചാടിയാൽ ദ സെയിം നോട്ട്സ് പ്രതിമധ്യമം ഇസ് കല്യാണി. ഓക്കെ, സോ ജസ്റ്റ് കീപ് ഇംപ്രൂവിങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ലക്ഷ്മിയുടെ പെർഫോമൻസിന് നല്ല കമന്റ്സ് ആണ് കേട്ടത്. നമുക്ക് മാർക്സ് ചോദിക്കാം. ശരത് സർ. ലക്ഷ്മി 19.5. 19.5 on 25. അൽഫോൻസ് ചേട്ടാ. പ്രോത്സാഹനമായിട്ട് 20 മാർക്സ്. താങ്ക് യു സർ. 20 on 25. മഹതി മാം. 20. 20 on 25. For total 59.5 on 75, which is a good score. ഇനി 2 റൗണ്ട്സിന് നമുക്ക് പെർഫോം ചെയ്യാൻ. വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാനും ഓൾ ദി വെരി ബെസ്റ്റ് ലക്ഷ്മി. മ്യൂസിക് ഈസ് വൺസ് ഇമോഷൻസ് ഫ്ലോയിങ് ഇൻ എ റിവർ ഓഫ് ഹാപ്പിനെസ്. ആ സന്തോഷം നിങ്ങളിൽ എല്ലാവരിലും ഞങ്ങൾക്ക് പകരാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ നല്ല പെർഫോമൻസസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഓൺലി ഓൺ സൂപ്പർ സ്റ്റാർ.